ഇസ്രായേലിലെ അൽ ജസീറ വാർത്താ ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിദേശ നെറ്റ്വർക്കുകൾ നിരോധിക്കാൻ സർക്കാരിനെ അനുവദിക്കുന്ന ശക്തമായ നിയമം തിങ്കളാഴ്ച ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയിരുന്നു. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറയുടെ ഇസ്രായേൽ വിരുദ്ധതയും പക്ഷപാതപരമായ വാർത്താ റിപ്പോർട്ടുകൾക്കെതിരെ മുൻപും ഇസ്രായേൽ ഗവൺമെന്റ് പരാതി ഉന്നയിച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമം പ്രധാനമന്ത്രിക്കും ഇസ്രായേൽ വാർത്താ വിനിമയ മന്ത്രിക്കും പ്രത്യേക അധികാരം നൽകുന്നതാണ്. ഗാസയിലെ ഹമാസിനെതിരായ ഇസ്രായേൽ നടപടികളുടെ റിപ്പോർട്ടുകൾ തികച്ചും അവാസ്തവവും ഏകപക്ഷീയവുമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ തീവ്രവാദി ആക്രമണത്തെ അൽ ജസീറ പിന്തുണച്ചു. ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ ഇസ്രായേലിൽ നിന്നും പുറത്താക്കേണ്ട സമയമായിരിക്കുന്നുവെന്നും അൽ ജസീറ ഇനി ഇസ്രായേലിൽ നിന്നും സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അൽ ജസീറ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമ കവറേജിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇസ്രായേൽ നിഗമനം. അതിനിടെ അൽ ജസീറയുടെ ലോകമെമ്പാടുമുള്ള ജീവനക്കാരുടെ സുരക്ഷയും അവകാശങ്ങളും അപകടത്തിലാക്കുന്ന ആരോപണങ്ങളാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നതെന്നും ചാനൽ അടച്ചുപൂട്ടാനുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ നീക്കത്തെ അപലപിക്കുന്നതായും അൽ ജസീറ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.